Hi all, welcome back to Tasty Queens. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു വെജിറ്റബിൾ ചീസ് ബോക്സ് ആണിത്. അത്യാവശ്യം കളർഫുൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചീസും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എന്തായാലും കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് അതിന്റെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ ചീസ് ബോക്സിന്റെ ബേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് മൈദ കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കാറുണ്ടല്ലോ അതേപോലെ അങ്ങ് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്. ഇതിലേക്ക് ഒരു സ്വല്പം നെയ്യ് കൂടി പുരട്ടിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റോളത്തൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ആ വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് അതുപോലെ കളർഡ് ക്യാപ്സിക്കാണ്, ഗ്രീനും റെഡും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണിത്. അപ്പം ഇനി കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കൂടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെദാർ ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 ചീസ് മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ചെദാർ ചീസും അതുപോലെ തന്നെ മൊസറല്ല ചീസും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ മൊസറല്ല മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മൊസറല്ല എടുക്കുന്നതിൻ്റെ ഒരു പകുതി ക്വാണ്ടിറ്റി മാത്രം ചെദാർ ചീസ് എടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ചീസിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ഡോ എടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യാറുള്ളത് പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ 11 ബോൾസ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ ബോൾസും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് ഒരുപാട് തിന്നായിട്ടും പരത്താൻ പാടില്ല, ഒരുപാട് കട്ടിയായിട്ടും പരത്താൻ പാടില്ല. തിന്നായിട്ട് പരത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇത് ചുട്ടെടുത്ത് വരുമ്പോഴേക്കും ചീസ് എല്ലാം പുറത്തേക്ക് പോരും. അപ്പം അതിനുശേഷം ഞാനിവിടെ ഒരു ചീസ് സ്ലൈസ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാറുള്ള ഒരു ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മിക്സ് വെച്ചെടുക്കുന്ന ആ ചീസിൻ്റെ ആ ഒരു മിക്സ് കൂടിയും വെജിറ്റബിൾ മിക്സ് കൂടിയും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് മടക്കി എടുക്കാം. അതായത് ഒരു ബോക്സ് ഷേപ്പിലാക്കി എടുക്കണം നമുക്കിത്. അപ്പോൾ 2 സൈഡ് മടക്കിയതിന് ശേഷം ഒന്ന് ആ സൈഡെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ അതിൻ്റെ ആ ഒരു 4 സൈഡും മടക്കി എടുത്തിട്ട് നമ്മളൊരു ബോക്സ് ഷേപ്പിലാക്കി എടുക്കണം. അപ്പം ആ അരികെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ചുട്ടെടുത്ത് വരുമ്പോഴേക്കും ഇത് ഓപ്പൺ ആയിട്ട് അതിനുള്ളിൽ നിന്നെല്ലാം ചീസും അതെല്ലാം പുറത്തേക്ക് പോരും. അപ്പം നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം കണ്ടില്ല, നല്ലൊരു സ്ക്വയർ ഷേപ്പായി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ബോക്സ് ഷേപ്പ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബോൾസും നമ്മളിങ്ങനെ പരത്തിയിട്ട് ഈ ചീസും അതുപോലെ തന്നെ നമ്മുടെ ആ ചീസ് വെജിറ്റബിൾ മിക്സും കൂടി വെച്ചിട്ട് ഇതുപോലെ ബോക്സ് ഷേപ്പിലങ്ങ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഗോതമ്പ് പൊടി മാത്രം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ മൈദ കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ഇത് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പം ഞാൻ ഓരോ ബോക്സസും പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതിൽ നെയ്യോ ബട്ടറോ പറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതൊന്നുകൂടി മറിച്ചിട്ടിട്ട് അടുത്ത സൈഡിലും ഇതുപോലെ നെയ്യ് കുറച്ച് പരട്ടി കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും നെയ്യ് പരട്ടിയിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്കൊരു വേവ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു പക്കട് വെച്ചിട്ട് ജസ്റ്റ് സൈഡെല്ലാം ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സൈഡിലും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ സൈഡ് വേവാത്തതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ളിൽ ആ ചീസ് എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ചീസ് ബോക്സ് എല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിനകത്ത് ക്രാക്ക് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാനിൽ വെച്ച് ചൂടാക്കുമ്പോഴേക്കും ചീസ് എല്ലാം മെൽറ്റായിട്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ചീസ് ബോക്സസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ ആ ചീസ് എല്ലാം മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കൂടിയും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.